എക്സ്റ്റൻഷൻ ബോക്സ് ചെയ്യാൻ പോവാം. അപ്പോൾ 2 സോക്കറ്റുള്ള എക്സ്റ്റൻഷൻ ബോർഡാണ് നമ്മൾ പണിയാൻ പോകുന്നത്. 2 സോക്കറ്റ്. അപ്പോൾ അതിനായിട്ട് വേണ്ടുന്ന 2 സോക്കറ്റ്, 2 വൺ വേ സ്വിച്ച്, അപ്പോൾ 2 കൺട്രോൾ വരും. 2 സോക്കറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കും. അപ്പോൾ 2 വൺ വേ സ്വിച്ച്. ഇത് വയറ് നമ്മളിവിടെ ഉപയോഗിച്ച് എക്സ്റ്റൻഷൻ വേണ്ട 1.5-ൻ്റെ റൗണ്ട് കേബിളാണ്. 1.5-ൻ്റെ റൗണ്ട് 3 കോർ വയറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3 കോർ എന്ന് പറയുമ്പോൾ കാണാം 3 കേബിൾസ് നമുക്ക് കാണാം. ഗ്രീനും റെഡും ബ്ലാക്കും ആയിട്ട്. പിന്നെ ഒരു 6 ആംപിയറിൻ്റെ 3 പിൻ ടോപ്പാണ് ഉപയോഗിച്ചത്. 6 ആംപിയറിൻ്റെ 3 പിൻ ടോപ്പ്. ഇതാണ് 6 ആംപിയറിൻ്റെ 3 പിൻ ടോപ്പാണിത്. ഇപ്പോൾ ഈ ആംപിയർ എന്ന് പറയുമ്പോൾ സ്വിച്ചും സോക്കറ്റും എല്ലാം 6 ആംപിയറിൻ്റെയാണ് നേരത്തിലേക്ക്. അപ്പോൾ ലെഗ്രാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ലോക്കാണ്. അപ്പോൾ ലോക്കിനകത്ത് തന്നെ പ്രസ് ചെയ്തിടാനും എടുക്കാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ സ്വിച്ച് ബോഡിയിൽ നമുക്ക് പ്ലേറ്റ് ഇളക്കേണ്ട ആവശ്യമില്ല. സ്വിച്ചോ സോക്കറ്റോ ഒക്കെ മാറാനായിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ വെച്ച് ഇതിൻ്റെ ലോക്ക് ഇങ്ങനെ ഇളക്കിയാൽ മതി. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് വീണോളൂ. ഈ ലോക്കിനകത്തോട്ട് വീണോളൂ. അതുകൊണ്ട് ഉണ്ടോ, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാൽ മതി. ഇപ്പം തന്നെ അത് വീണിട്ടുണ്ട്. അപ്പോൾ സോക്കറ്റ് നമ്മൾ ഇടുമ്പോൾ സോക്കറ്റ് എല്ലാം ഈ വലത്തെ സൈഡിലോട്ട് തന്നെ ഇട്ടിരിക്കണം. സ്വിച്ചും വീണ് കഴിഞ്ഞ് ഇനി അടുത്ത സോക്കറ്റ് സ്വിച്ച് നമുക്ക് ഉറപ്പിക്കും. അങ്ങനെ സ്വിച്ചും സോക്കറ്റും ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സെറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഇതിൻ്റെ മേളിലോട്ട്, ലോക്കിൻ്റെ മേളിലോട്ട് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം മേളിൽ ടോപ്പ് ലെഗ്രാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്തോട്ട് തന്നെ പിന്നെ ടോപ്പെന്ന് എഴുതിയിട്ടുണ്ട്. ആ ഭാഗം തന്നെ മേളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അഥവാ ഇനി തിരിഞ്ഞു വരും കുഴപ്പമൊന്നുമില്ല. ഈ ലോക്ക് കറക്റ്റാക്കി വീഴ്ത്തിയാൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് സ്വിച്ച് ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉണ്ടോ, ഇവിടെ ഇങ്ങനെ ഈ ഹോളിൽ വെച്ചിട്ട് പുറത്തോട്ട് ഇങ്ങനെ അമർത്തിയാൽ തന്നെ, ഫ്രീ ആയിട്ട് അമർത്തിയാൽ തന്നെ ഈ സ്ക്രൂ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നല്ലോണം തന്നെ ഉയർത്തിയാൽ മതി. അപ്പം ഇതിങ്ങനെ ഇളകി കിട്ടും. സ്വിച്ച് ആയാലും സോക്കറ്റ് ആയാലും റെഗുലേറ്റർ ആയാലും. ഇതൊരു ലെഗ്രാൻഡ് മൈലിങ്ങിൻ്റെ ഇതിൻ്റെ ഒരു നല്ല ലോക്ക് സിസ്റ്റമാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഊരി ഇടുകയൊക്കെ ചെയ്യാം. നമുക്ക് ഇനി ഇതിൻ്റെ വയർ നമുക്ക് കണക്ട് ചെയ്യാം. വയർ കണക്ട് ചെയ്ത് നമുക്ക് ആദ്യം എർത്ത് വയർ കണക്ട് ചെയ്യാം. എർത്ത് വയർ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എർത്ത് വയർ തന്നെ കണക്ട് ചെയ്യാം. ഈ എർത്തിൻ്റെ നീഡിലേക്ക് കാണുന്നത്, മേളിൽ കാണുന്നത് വലിയ പോയിൻ്റ്. അപ്പോൾ ഇത് തമ്മിൽ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം. ആദ്യം ഒരു വയറെടുത്ത് ഇവിടെ ഇപ്പോൾ എർത്ത് വയർ ഇതിനകത്തോട്ട് നമ്മൾ ഇൻസുലേഷൻ കളഞ്ഞിട്ട് ഇതിനകത്തോട്ട് കയറ്റി ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ എർത്തിൻ്റെ ടെർമിനലിൽ. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളിനി അടുത്ത കോറുണ്ടല്ലോ, നമ്മുടെ ഈ കോർ വയറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വെച്ച് ജോയിൻ ചെയ്യും. അപ്പോൾ എർത്ത് ഇങ്ങനെ ലൂപ്പായിട്ട് പോവാം. അപ്പോൾ ഇനി നമുക്ക് ബോക്സിനകത്ത് ഹോൾ അടിക്കണം. നമ്മുടെ കേബിള് അകത്തോട്ട് വരാനായിട്ട് ഹോൾ അടിക്കണം. ഈ മേളുവശം അടിക്കുന്നതിനേക്കാട്ടും നല്ലത്, മേളുവശം അടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെ വശം നമ്മൾ അടിക്കാൻ നോക്കും. പക്ഷേ അതിനെക്കാട്ടും നമുക്കിങ്ങനെ സൈഡ് വൈസ് അടിച്ചാൽ നമുക്ക് നമ്മുടെ ഈ എക്സ്റ്റൻഷൻ കേബിൾ നമുക്ക് ചുറ്റിയെടുക്കാനും എളുപ്പമുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഹോളിൽ കൂടെ ഒക്കെ എടുക്കാനായിട്ടാണ് നമുക്കിങ്ങനെ നീളത്തിന് എടുക്കാം. ചിലപ്പോൾ ഇങ്ങനെ വീതി കഴിഞ്ഞാൽ എടുക്കാനും കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഹോളിൽ സൈഡിൽ ഇങ്ങനെ ഹോള് നോക്കിയിട്ട് എവിടെയാണ് നമ്മൾ കൃത്യ സെൻറ്ററിൽ അടിക്കാനൊക്കത്തില്ല. ഈ മേളിലോ അല്ലെങ്കിൽ താഴെ എവിടെയെങ്കിലും നല്ലതായിട്ട് ഹോൾ ചെയ്തിട്ട് നമുക്കറിയാം. ഹോൾ അടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കേബിൾ കയറാൻ പറ്റിയ മാത്രം ഹോൾ അടിച്ചാൽ മതി. ഓവറായിട്ട് ഹോൾ അടിച്ചാൽ അതും പിന്നെ ഒരു ബുദ്ധിമുട്ടും വൃത്തികേടും ഒക്കെ. അപ്പോൾ ഈ കേബിളിൻ്റെ സൈസിന് ഇത് കയറാൻ പറ്റിയ ഭാഗത്തിന് മാത്രം ഹോൾ അടിച്ചു കൊടുക്കുക. സ്കൂട്ടറിന് നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. വലിയ ലൂസില്ല. കേബിൾ ഇതുപോലെ തന്നെ, ഇത്രയും വലിയ ഹോൾ അടിക്കരുത്. ഇതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേബിൾ. അന്നേരം ഇതുപോലെ കേബിൾ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ട് പച്ച വയറുണ്ടല്ലോ, പച്ച വയർ ഇതിനകത്തെ വയറുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഈ ടെർമിനലിലോട്ട് കൊടുക്കുക. ഇപ്പം കേബിളിനുണ്ടല്ലോ അകത്ത്, ഈ ബോക്സിൻ്റെ അകത്ത് വെച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ടിട്ടുണ്ട്. അഥവാ കേബിളൊക്കെ ഇങ്ങനെ വലിയ സമയത്ത് ഇതിനകത്ത് കണക്ഷനൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഒരു കെട്ടി ഇങ്ങനെ ചുമ്മാ വന്നിട്ടിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ എർത്ത് വയർ തമ്മിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എർത്ത് വയറും കേബിളിലെ എർത്ത് വയറും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പച്ച വയറുമായിട്ട് അത് നമ്മൾ എർത്തിനിട്ടേക്കുന്നത്, ഗ്രീൻ വയർ എർത്തിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പം മേളത്തെ ഈ ടെർമിനലിൽ കൊടുത്തിട്ടുണ്ട്. അതിനവിടുന്ന് ലിങ്ക് ചെയ്ത് ഇപ്പുറത്തെ ടെർമിനലും എർത്തിൻ്റെ ഈ ടെർമിനലും കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കൊടുക്കേണ്ട ഫേസ് വെയറാണ്. ഫേസ് വെയർ കൊടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് ഒരു വയർ കൊടുക്കുക ആദ്യം. ഇവിടെ നമ്മൾ സ്വിച്ച് ഫേസ് വയർ ഇതിൻ്റെ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് എടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ലിങ്ക് ചെയ്ത് ഒരു വയർ ഇപ്പുറത്തെ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു അടിഭാഗത്തെ വയറുമായിട്ട് ഈ ചുവപ്പ് വയർ ലിങ്ക് ചെയ്യുക. അപ്പം ഫേസ് സ്വിച്ചിൻ്റെ അടിയിലായി കഴിഞ്ഞു. അപ്പോൾ ഫേസ് ഓക്കെ ആയി. സ്വിച്ചിൻ്റെ അടിയിലോട്ട് ലൈവ് ഫേസ് ഈ കേബിളിൽ നിന്ന് വരുന്ന ചുവന്ന ലൈൻ നമ്മൾ ഇവിടുത്തെ സ്വിച്ചിൻ്റെ അടിയിൽ കൊടുത്തു. അതുപോലെ തന്നെ ആ വയറുമായിട്ട് നമ്മൾ പിരിച്ച് ഇവിടുത്തെ സ്വിച്ചിൻ്റെ അടിയിൽ നിന്ന് എടുത്തൊരു കേബിൾ ഈ സ്വിച്ചിൻ്റെ അടിയിൽ കൊടുത്തു. അപ്പോൾ ഫേസ് എല്ലായിടത്തും ഓക്കെ ആയി. ഇനി സോക്കറ്റിലോട്ട് എത്താനായിട്ട്, അതായത് സ്വിച്ച് ഓൺ ആകുമ്പോഴും ഓഫ് ആകുമ്പോഴും സോക്കറ്റിലോട്ട് കറണ്ട് വരാനായിട്ട് സ്വിച്ചിൻ്റെ മേൽഭാഗത്ത്, വൺ വേ സ്വിച്ചിനെല്ലാം അതുപോലെ തന്നെയാണ്, സ്വിച്ചിൻ്റെ മേൽഭാഗത്ത് നിന്ന് എടുത്ത് സോക്കറ്റിൻ്റെ ഈ എല്ലെന്ന് എഴുതിയേക്കുന്ന പോയിൻ്റ് കണ്ടോ, ലൈൻ, ഈ ഭാഗത്തോട്ട് എടുത്ത് കൊടുക്കുക. 2 ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ സ്വിച്ചിൻ്റെ മേളത്തെ ടെർമിനലിൽ നിന്ന് എല്ലാം എഴുതിയേക്കുന്നതിലോട്ട് കൊടുക്കുക. അപ്പുറത്തും അതുപോലെ തന്നെ എടുത്ത് കൊടുക്കുക. സ്വിച്ചിൻ്റെ മേളത്തെ ടെർമിനലിൽ നിന്ന് ഇവിടെ എല്ലാം എഴുതിയേക്കുന്നതിലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആകുമ്പം ഫേസിൻ്റെ എല്ലാ വയറും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പം ഫേസ് ഇവിടെ വന്ന് നിൽക്കുക. ഇവിടെ വന്നിട്ട് സ്വിച്ച് നമ്മൾ ഓൺ ആക്കുമ്പോൾ ഇവിടുന്ന് സോക്കറ്റിലോട്ടെത്തും. ഇനി നമുക്ക് ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സ്വിച്ചിലും കൊടുത്തിട്ട് ന്യൂട്രൽ വയറും കൂടെ നമുക്കിടാം. അപ്പോൾ അത് ആ സോക്കറ്റിന് നമ്മൾ കൺട്രോൾ വയർ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് കൊടുക്കേണ്ടത് ന്യൂട്രൽ വയറാണ്. ന്യൂട്രൽ വയർ എന്ന് പറഞ്ഞാൽ ഈ സോക്കറ്റിൻ്റെ എല്ലിൽ നിന്ന് ഇപ്പുറത്തെ സോക്കറ്റിൻ്റെ ഈ എന്നെന്ന് കിടക്കുന്നുണ്ടോ, ഇവിടുത്തെ എന്നിൽ നിന്ന്, അതായത് ന്യൂട്രൽ പോയിൻ്റിൽ നിന്ന് ഇപ്പുറത്തെ ന്യൂട്രൽ പോയിൻ്റ് എന്നിലോട്ടൊരു വയർ കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കേബിളിൽ നിന്നുള്ള ഈ കറുത്ത വയറും കൂടെ വെച്ച് ലിങ്ക് ചെയ്താൽ മതി. ഈ സെയിം തന്നെ ഈ നമ്മൾ എർത്ത് വയർ എങ്ങനെയാണോ ലിങ്ക് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഇവിടുന്ന് ത്രൂ ആയിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോയാൽ മതി. വൺ വേ സ്വിച്ചിലൊന്നും ന്യൂട്രൊന്നും ആകത്തില്ല. അതൊക്കെ വലിയ വലിയ മോട്ടറിൻ്റെ 16 ആമ്പിയറിൻ്റെ 32 ആമ്പിയറിൻ്റെ DP സ്വിച്ചിലൊക്കെ മാത്രമേ ഈ ന്യൂട്രൊക്കെ കൺട്രോളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് സർക്യൂട്ടിലോട്ട് കയറ്റാനൊക്കത്തുള്ളൂ. പക്ഷേ സാധാരണ നമ്മൾ എക്സ്റ്റൻഷൻ ബോർഡ് അതുപോലെ തന്നെ ഹൗസ് വയറിങ്ങിൻ്റെ ഇതിനകത്തൊക്കെ വരുമ്പോൾ ഒരിക്കലും സ്വിച്ച് വഴി കൺട്രോൾ ആകത്തില്ല. ന്യൂട്രൽ ഇങ്ങനെ ലിങ്ക് ചെയ്തൊക്കെ പോത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇപ്പുറത്തോട്ട് അടുത്ത ഇതിലോട്ടൊരു ഒരു വയറിടുക. അപ്പം ഞാൻ ചുമ്മാ ഇവിടെ ഇപ്പം ഗ്രീനാണ് എർത്തിന് ഗ്രീനും ഇടും യെല്ലോ ഇടും. ഇവിടെ ഇപ്പം നമ്മൾ ഗ്രീനാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ചുമ്മാ ഒന്ന് റെഡ് കളർ കോമ്പിനേഷൻ ഒന്ന് കാണിച്ചത് നമ്മുടെ ഏതൊക്കെ ലൈനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് ഫേസിനായിട്ട് നമ്മൾ എടുത്തേക്കുന്ന റെഡ്. ഇനി നമ്മൾ എർത്തിനായിട്ട് എടുക്കുന്ന ബ്ലാക്ക് വയറാണ്. ഈ എടുത്തിരിക്കുന്ന വയറെന്ന് പറഞ്ഞാൽ 1.5-ൻ്റെയാണ്. നമ്മൾ ഇച്ചിരി കേജ് കൂട്ടി ഇട്ടേക്കുന്ന 1.5-ൻ്റെ കേബിള് ഇട്ട് ചെയ്യുകയാണ്. 1-നേക്കാൾ നമുക്ക് കുറച്ചും കൂടെ 1.5 ഇട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ന്യൂട്രൽ വയർ നല്ലോണം കൊടുത്തു കഴിഞ്ഞു. ന്യൂട്രൽ ഇവിടുത്തെ സോക്കറ്റിൽ നിന്ന് തന്നെ അപ്പുറത്തെ സോക്കറ്റിലെ അവിടത്തോട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ഈ കേബിളിൽ നിന്ന് വരുന്ന വയറുമായിട്ട് ബ്ലാക്ക് വയറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കുക. അതുമായിട്ട് ലിങ്ക് ചെയ്തേക്കുക. വേറെ ഒരു വയറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. നമുക്ക് അറിയാനായിട്ട് ഇവിടെ ന്യൂട്രൽ കൊടുത്തേക്കുന്നത് ബ്ലാക്ക് വയർ നേരെ കേബിളിൽ നിന്ന് വരുന്നു. ഇപ്പുറത്തെ സോക്കറ്റിലെ കേബിളും ഇവിടുത്തെ സോക്കറ്റിലെ കേബിളിൻ്റെ എന്നുമായിട്ട് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തേക്കും. അതിന് ഇവിടെ ഇനി എത്ര സോക്കറ്റ് വന്നാലും 5 6 അങ്ങനെ എത്ര സോക്കറ്റ് വന്നാലും ഇതുപോലെയായിട്ട് ന്യൂട്രൽ ഇങ്ങനെ സോക്കറ്റ് വൈസിൽ ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകും. വരുന്ന ഫേസ് എല്ലാം സ്വിച്ചിൻ്റെ താഴെ ഇങ്ങനെ നേരെ സ്ട്രൈറ്റായിട്ട് നമ്മൾ വെക്കുമ്പം സ്വിച്ചിൻ്റെ താഴത്തെ സൈഡിൽ വന്ന് അടിയിലത്തെ ടെർമിനലിൽ ലൈവ് ഫേസ് എന്ന് പറയും. കേബിളിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന കൺട്രോളിൽ നിന്ന് വരുന്ന ഫേസ് വന്ന് സ്വിച്ചിൻ്റെ അടിവശത്തോട്ട് കയറും. എന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫേസ്, അതായത് നമ്മുടെ സ്വിച്ചിൻ്റെ മേൾ സൈഡിൽ നിന്ന് വൺ വേ സ്വിച്ചിൻ്റെ എല്ലാം മേളിലെ സൈഡിൽ നിന്ന് സോക്കറ്റിൻ്റെ വലത് സൈഡിൽ വരണേ. വലത് സൈഡിൽ ഇവിടെ ഇപ്പോൾ ഇടത് സൈഡിലാണ് എല്ലാം നിരീക്കുന്ന ഇടത് സൈഡിലാണ്. പക്ഷേ നമ്മൾ സോക്കറ്റ് തിരിക്കുമ്പോൾ എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റൂൾ എന്നൊക്കെ അതിനകത്തൊക്കെ പറയുന്ന പോലെ തന്നെ വലത് സൈഡ് വേണം ഫേസ് വരെ, ഇടത് സൈഡ് ന്യൂട്രൽ വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം അതിനകത്ത് കൊടുക്കാനായിട്ട്. വയറിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വെച്ച് അടയ്ക്കണം. ഇത് സ്ക്രൂ ചെയ്തതിന് ശേഷം ബോക്സ് മേളിലോട്ട് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ബോക്സ് കറക്റ്റായിട്ട് തന്നെ വരും. പ്ലേറ്റ് മേളിലോട്ട് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇതാണ്ട് 2 സ്വിച്ച് നമ്മൾ കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബോക്സ്. ഇനി നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വളരെ എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാൻ തന്നെ നോക്കും. ഈ 3 പിൻ ടോപ്പ് കൊടുക്കുക. 3 പിൻ ടോപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുള്ള ഫേസ് എടുത്തേക്കുന്നത് ചുവപ്പ് വയറാണ്. അപ്പോൾ ഈ ചുവപ്പ് വയറ് എല്ലാം എഴുതിയേക്കുന്ന ഈ ടെർമിനലിൽ കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലാക്ക് ന്യൂട്രൽ നമ്മൾ എടുത്തേക്കുന്നത് എന്നിലും കൊടുക്കുക. ന്യൂട്രൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, ന്യൂട്രൽ. പച്ച വയറുണ്ടല്ലോ അത് എർത്തിലും കൊടുക്കുക. എർത്തിൻ്റെയാണ് ഈ വലിയ പിന്ന്. ഇതിങ്ങനെ ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആദ്യം സോക്കറ്റ് കയറാനായിട്ടാണ് ഈ എർത്ത് പിന്നിന് ഇത്രയും നീളം ഇട്ടേക്കുന്നത്. ആദ്യം കയറാനും അവസാനം ഇറങ്ങുമ്പം എർത്തുമായിട്ട് ടച്ച് ചെയ്യാനാണ്. അതായത് ബോഡിയുമായിട്ട് ഏറ്റവും ആദ്യം ടച്ച് ചെയ്യുന്നതും അവസാനം ടച്ച് ചെയ്യുന്നതും ഈ എർത്ത് തന്നെയാണ്. സപ്ലൈ എത്തുന്നതിന് മുമ്പ് തന്നെ ന്യൂട്രലായാലും ഫേസ് ആയാലും എത്തുന്നതിന് മുമ്പേ ഇവിടെ എർത്ത് ആദ്യം ടച്ച് ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും വീതവും നീളവും ഈ ക്രോസ് സെക്ഷൻ ഏരിയ തന്നെ വ്യത്യാസം വന്നേക്കുന്നത് എർത്തിൻ്റെയാണ്. എർത്തിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇത്രയും നീളത്തിലിട്ടേക്കണേ. അപ്പോൾ നമുക്ക് ഇനി കേബിൾ ഇതിനകത്തോട്ട് വയർ ഇൻസുലേഷൻ കളഞ്ഞിട്ട് ഈ 2 സ്ക്രൂ ഇളക്കിയിട്ട് ഇൻസുലേഷൻ കളഞ്ഞിട്ട് വയറിനകത്തോട്ട് കൊടുക്കണം. ഞാൻ കൊടുക്കാൻ വലിയ ഇതൊന്നുമില്ല. കൊടുക്കുമ്പോൾ ഈ കാര്യം മാത്രം പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫേസ് ഇവിടെ വരണം, അതായത് വലത്തെ സൈഡിൽ ഫേസ് വരണം. ഈ എല്ലാം എഴുതിയേക്കുന്നുണ്ടോ, ഇവിടെ ഫേസ് വരണം, ഇവിടെ ന്യൂട്രൽ വരണം, എഴുതിയിട്ടുണ്ട് എല്ലാം. നമ്മളിപ്പം കളർ കോഡും കൂടി ഇട്ടുകൊണ്ട് നമുക്കിപ്പം കൊടുക്കാനിപ്പോൾ എളുപ്പമാണ്. അങ്ങനെ കൊടുത്താൽ മാത്രം മതി. ഇങ്ങനൊരു സാധനമുണ്ട്. ഇത് ആദ്യം ഈ കേബിളിനകത്തോട്ട് കയറ്റുക. ഇത് ഇളക്കുമ്പം തന്നെ അതിൻ്റെ ഒരു ക്യാപ്പ് കിട്ടും. ഇത് കേബിളിൻ്റെ അകത്തോട്ട് തന്നെ കയറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഈ കേബിൾ ഇങ്ങനെ എടുക്കുക. ആദ്യം നമ്മൾ ഈ എർത്തിൻ്റെ നീളത്തിൽ എല്ലാ വയറും കട്ട് ചെയ്യുക, ഇൻസുലേഷൻ കളയുക, എന്നിട്ട് ഈ ക്യാപ്പ് കയറ്റുക, എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ എർത്ത് വയർ ഈ ഒരു ലെങ്തിലെടുത്ത് ഇൻസുലേഷൻ കളഞ്ഞിട്ട് ഇതിനകത്തോട്ട് കൊടുക്കുക. എവിടെയാണോ നമ്മൾ ഫേസ് കൊടുക്കേണ്ടത്, അതായത് എല്ലാം എഴുതിയേക്കുന്നത് എവിടെയാണോ ഈ ഇപ്പുറത്തെ, അതായത് ഈ കോണിൽ തന്നെ നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ വെച്ച് ഇൻസുലേഷൻ കളയുക. എന്നിട്ട് ഇപ്പുറത്തോട്ട് കറക്കി ഫേസ് കൊടുക്കുക, ഇവിടെ ന്യൂട്രൽ കൊടുക്കുക. എഴുതിയേക്കുന്നിടത്ത് ന്യൂട്രൽ കൊടുക്കുക, അതായത് ബ്ലാക്ക് വയർ കൊടുക്കുക. അപ്പോൾ നല്ലോണം തന്നെ നമ്മൾ കൊടുത്ത് എർത്ത് വയർ മേളിൽ ടോപ്പിൽ കൊടുത്ത് എർത്ത് കിട്ടി. പിന്നെ നമ്മൾ ഫേസ് വയർ ഇപ്പുറത്തെ ലൈൻ നോക്കിയിട്ട് ഇപ്പുറത്തെ തന്നെ ഇവിടെ ഉറപ്പിച്ചു. ഇനി ഈ കണക്ടർ കയറ്റിയിട്ടിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലെ കവർ നല്ലോണം കയറ്റിയിട്ട് ഈ സ്ക്രൂ ഉണ്ടല്ലോ, സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കവർ നല്ലോണം ഈ സ്ക്രൂ ഉപയോഗിച്ച് നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്ത്. ഒരിക്കലും ഈ അടിയിലത്തെ കവർ ഊരല്ലേ, അതൊരു കേബിൾ നല്ലോണം പാക്ക് ചെയ്യുന്ന അകത്തെ ഒരു പാക്കിങ്ങിൻ്റെ ഒരു സ്ക്രൂ ആണ്. അത് ഊരി കളയണ്ട. മേളത്തെ ഈ ടോപ്പിലത്തെ 2 സ്ക്രൂ ഊരിയാൽ മതി. ഇവിടെ ഇട്ടാൽ നമുക്ക് ഊരിക്കഴിഞ്ഞാൽ ഇടാനൊക്കും, പക്ഷേ അതൊരു മെനക്കേടാവും. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നല്ലൊരു കേബിൾ, ഇപ്പം നമ്മൾ ഒരു 12 മീറ്ററിൻ്റെ കേബിൾ എടുത്തത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു 10 മീറ്റർ മേടിക്കുക, അല്ലെങ്കിൽ ഒരു 5 മീറ്റർ മേടിക്കുക. ഇതിപ്പോൾ നമുക്ക് കണ്ടോ ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ കേബിൾ സെറ്റ് ചെയ്തെടുക്കാം. ഒരിക്കലും നമ്മൾ എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ഇതിന് സോക്കറ്റിനായിട്ട് സ്വിച്ചായിട്ട് എടുക്കരുത്. നമ്മൾ 2 സ്വിച്ചോ അല്ലെങ്കിൽ ഒരു 4 സ്വിച്ചോ, 4 സ്വിച്ചും സോക്കറ്റും ഒക്കെ ആണെങ്കിൽ 12ൻ്റെ ബോക്സ് വേണം. ഇതിപ്പോൾ ഒരു 6ൻ്റെ ബോക്സാണ്. 6ൻ്റെ മോഡുലാർ പ്ലേറ്റാണ്. PVC ഓപ്പൺ ടൈപ്പ് മോഡുലാർ ബോക്സും അതിൻ്റെ പ്ലേറ്റും ആണ്. ഇപ്പം ഇത് കണ്ടോ ഈ സൈഡിൽ ഇപ്പം ഇത് വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ചുറ്റി വയ്ക്കാൻ തന്നെ എളുപ്പമുണ്ട്. പക്ഷേ ആ രീതിയിൽ നമ്മൾ മേൽഭാഗത്ത് ആ കുഴി ഇടുന്നെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ എപ്പോഴും ബുദ്ധിമുട്ടെന്ന് പറയാൻ നമുക്ക് ഏതെങ്കിലും ഹോളിൽ കൂടെ ഒക്കെ എടുക്കണമെന്ന് വെച്ച് കഴിയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ അടിച്ച് കേബിൾ ഇറക്കിയത്. ഇതിപ്പം കുഴപ്പമില്ല. ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ഇത് ചെയ്തെടുക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ 230, 233 നമുക്ക് കിട്ടിയിട്ടുണ്ട് വോൾട്ടേജ്. ഇത് സിംഗിൾ ഫേസ് ഓൺലൈനാണ് കേട്ടോ, സിംഗിൾ ഫേസ് ആണ്. അതുകൊണ്ട് 230 കിട്ടിയിരിക്കുന്നത്. നേരത്തെ റീഡിങ് എന്തോ ചെറുതായിട്ടൊരു ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട് ഇതിൻ്റെ തമ്മിലുണ്ടല്ലോ കേട്ടോ, ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ 230 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഓക്കെയാണ്. പിന്നെ നമുക്ക് ചുമ്മാ ആണെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അത് കുത്തി നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട്.
ഓക്കെ.